Hello, good day all. Hope you all are staying safe and healthy. Today, we will be discussing Claiming an Education written by Adrienne Rich. So, before going to the chapter in detail, let's have a look upon our author, right? So, Adrienne Rich, she's a poet, essayist, and political activist for women. She defined herself as a woman, lesbian, and feminist. Born in Baltimore, USA, won the prestigious Yale Series of Younger Poets Award for her book A Change of the World. Fought for the right of women, sexual minorities, also participated in the civil rights movement and also in the Vietnam protests. In the 1970s, she emerged as a radical feminist. She said the way we live in a patriarchal society is dangerous for humanity. In one essay, she showed how women's choice for women as a passionate comrades, life partners, lovers, and community has been crushed, invalidated, and forced into hiding. Claiming an Education is Rich's convocation speech delivered in September 1977 to the graduating women students of Douglas College, New Jersey. To speak of the importance of claiming versus receiving an education, to her being educated is a right and both men and women should claim it. Receiving is simply accepting as if education is offered as an option rather than a right. She goes on to say about the importance of educating women as well as women's right in an educational environment. The education entails being responsible to oneself. The questioning of patriarchal assumption, the need for change, and the power of the will were the major themes of her writing. And she died in 2012. Let's have a discussion, okay? We can move to the explanation. സോ എഡ്രിൻ റിച്ച് അവരൊരു പോയിറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്. അവരെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത് ഞാനൊരു വിമൻ ആണ്, ഒരു ലെസ്ബിയൻ ആണ്. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു ഫെമിനിസ്റ്റാന്ന് പറയുന്നുണ്ട്. അവർ ബാൾട്ടിമോറിലാണ് ജനിച്ചത്, USA-ൽ. അവിടെ ഒരു വർക്കായ ചേഞ്ച് ഓഫ് വേൾഡ് എന്ന ഒരു ആ ബുക്കിന് യേൽ സീരീസ് ഓഫ് യങ്ങർ പോയിറ്റ്സ് അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടിയിട്ടുണ്ട്. അതുപോലെ സെക്ഷൽ മൈനോറിറ്റീസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലും അതുപോലെ വിയറ്റ്നാം പ്രൊട്ടസ്റ്റിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 1970 അവർ എന്ത് ചെയ്തു, അവർ ഒരു റെവല്യൂഷണറി ഫെമിനിസ്റ്റ് ആയിട്ട് എമേർജ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നുണ്ട് നമ്മൾ ഒരു അല്ലെങ്കിൽ എന്താണ് ഒരു പെട്രാക്കൽ സൊസൈറ്റിയിൽ, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിക്ക് തന്നെ അത് ഡേഞ്ചറസ് ആണെന്നുള്ള അവർ പറയുന്നുണ്ട്. അതുപോലെ അവരുടെ ഒരു എസ്സേയിൽ അവർ പറയുന്നുണ്ട് വുമൻ്റെ ചോയ്സ്, വിമനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ടോ ലവറായിട്ടോ അവരുടെ ക്രഷായിട്ടൊക്കെ വിമനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ഫ്രീഡം, അതിനെ എന്ത് ചെയ്യുന്നു പലപ്പോഴും സൊസൈറ്റി ഹൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റി അതിനെ ഇൻവാലിഡ് ആക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റി അതിനെ ക്രഷ് ചെയ്ത് കളയുന്നുണ്ട്. അതായത് സമൂഹം അംഗീകരിക്കുന്നത് എപ്പോഴും എന്താണ്, ഹെട്രോസെക്ഷുവാലിറ്റിനെയാണ്. ഹോമോസെക്ഷുവാലിറ്റിനെ ഒരിക്കലും സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ക്ലെയിമിങ് ആൻ എഡ്യൂക്കേഷൻ, ഇത് അവരുടെ സ്പീച്ചാണ്, പ്രസംഗമാണ്. അവർ സെപ്റ്റംബർ 1977 ന്യൂജേഴ്സിയിലെ ഡഗ്ലസ് കോളേജിലെ കോൺവെക്കേഷൻ സമയത്ത് ഡിഗ്രി പാസ്സായി പോകുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് അവർ സംസാരിച്ച ഒരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ പറയുന്നത് ഇറ്റ് സ്പീക്ക് ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ക്ലെയിമിങ് വേഴ്സസ് റിസീവിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അതിൽ റിച്ച് പറയുന്നത് വിദ്യാഭ്യാസം കിട്ടുക എന്നതും അതൊരു അവകാശമായി ചോദിച്ചു വാങ്ങുക എന്ന് തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ തമ്മിലുള്ള ഒരു അന്തരത്തെയാണ് ഇതിൽ കാണിക്കുന്നത്. വിദ്യാഭ്യാസം എന്നുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശമാണ്. അവർ അതെന്താണ് ചോദിച്ച് വാങ്ങുകയും വേണം. പക്ഷേ വിദ്യാഭ്യാസം സ്വീകരിക്കുക എന്താണ് കിട്ടുന്നത് വാങ്ങുക എന്നല്ലാതെ ഒരു അവകാശമായി മാറുന്നില്ല എന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവർ എടുത്ത് പറയുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ റിസീവിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കിട്ടുന്നത് വാങ്ങുക, ഒരു ഓപ്ഷനായിട്ട് നമ്മൾ മേടിക്കുകയാണ്. ഓക്കെ, അല്ലാതെ ക്ലെയിം ചെയ്യാൻ നമ്മുടെ അവകാശം, ക്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ അവകാശപ്പെടുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞതാണ് വിദ്യാഭ്യാസം ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ നമ്മൾ എപ്പോഴും ക്ലെയിം ചെയ്യണം, അല്ലാതെ ഒരിക്കലും റിസീവ് ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞാൽ. റിസീവ് ചെയ്യുന്ന കിട്ടുന്നത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ കിട്ടുന്നത് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഒരിക്കലും എഡ്യൂക്കേഷൻ റിസീവ് ചെയ്യരുത്, അതിനെപ്പോഴും ക്ലെയിം ചെയ്യണം എന്നുള്ളതാണ് അവർ നമ്മളിതിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്താണ്, ആണിനും പെണ്ണിനും ഒരുപോലെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഒന്നാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അവർ മെയിൽ ഡോമിനൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി പെട്രാർക്കൽ അസംഷൻ അവർ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ചേഞ്ചിൻ്റെ ഒരു ആവശ്യകത അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ഓഫ് വിൽ വർ ദ മേജർ തീംസ് ഓഫ് റൈറ്റിംഗ്,
നമ്മുടെ ഒരു പവർ അതെല്ലാമാണ് ഇവരുടെ ഇതിൽ തീംസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവരൊന്നുമില്ല, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള അവകാശം വേണം, വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവരുടെയും റൈറ്റ്സ് ആണ്, ഒരിക്കലും ഓപ്ഷനല്ല. എഡ്യൂക്കേഷൻ ആൻഡ് ബീങ് റെസ്പോൺസിബിൾ ടു വൺ സെൽഫ്. എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മളെല്ലാവർക്കും നമ്മോടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യുക എന്നുള്ളത് നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റീൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് നമ്മുടെ എഡ്രിയൻ റിച്ച് ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ഷി ഡൈഡ് ഇൻ 2012. I think we can move to the text. Okay, so the speech in the രൂപത്തിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. I want to separate my remarks into two parts. Some thought about you, the women students here, and some thought about us who teach in women's college. If university education means anything beyond the processing of man being into expected roles through taste and grades, it implies an ethical and intellectual contract between teacher and student. One of the weaknesses of university learning has been its almost total erasure of women's experience and thought from the curriculum and its exclusion of women as members of the academic community. Although there are many women students, we see every few women in the upper levels of faculty and administration in most institutions. Douglas College itself is a women's college, and a university administered mainly by men. What you can learn is how men have perceived and organized the experience, their history, their ideas of social relationship, and above all, you read or hear about history created by Western people, which is considered as most important. We can move to the explanation. അപ്പോൾ അവർ ഈ പ്രസംഗത്തെ 2 ഭാഗമായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യ ഭാഗം തന്നെ വിദ്യാർത്ഥികളായ നിങ്ങളെ പറ്റിയുള്ള ചില ചിന്തകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാം ഭാഗം എന്താണ്, വിമൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ചില ആളുകളുടെ ചിന്തകളുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വേർതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികളെ ടെസ്റ്റിൽ കൂടി അല്ലെങ്കിൽ ഗ്രേസ് മാർക്കിലൂടെ കൂടി അവരുടെ സമൂഹത്തെ നിശ്ചയിച്ചിട്ടുള്ള കടമകൾ നിർവഹിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്ന് മാത്രമല്ല, പക്ഷേ അതിലൂടെ എന്താണ് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എന്ന നല്ലൊരു ബോണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നിങ്ങളിവിടെ വന്നിരിക്കുന്ന വിദ്യാഭ്യാസം സ്വീകരിക്കാനേ അല്ല, പക്ഷേ എന്താണ് അത് അവകാശപ്പെടാൻ വേണ്ടിയിട്ടാണ്, ക്ലെയിം ചെയ്യാൻ. എഡ്യൂക്കേഷൻ ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ എന്താണ് ബീങ് എഡ്യൂക്കേറ്റഡ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എഡ്യൂക്കേഷൻ നിങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ആവുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നിങ്ങളത് മേടിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വന്നല്ല. അപ്പോൾ നിങ്ങളുടെ അവകാശപ്പറ്റി നിങ്ങൾ എന്താണ് കൂടുതൽ എന്തായിരിക്കും നിങ്ങൾ കൺസിഡർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ബോധ്യമുള്ളവരായിരിക്കണം. ഓക്കെ, അല്ലാതെ കിട്ടുന്നതായിട്ട് സാറ്റിസ്ഫൈഡ് ആവില്ല വേണ്ടതെന്നുള്ള അവർ പറയുന്നത്. അതുപോലെ പറയുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പഠനത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്ത്രീകളുടെ അനുഭവങ്ങളും ചിന്തകളും ഈ ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പുറമേ എന്താണ് അക്കാദമിക് സമൂഹത്തിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുന്നു. അല്ല, പല സ്ഥാപനങ്ങളിലും കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികൾ ധാരാളം ഉണ്ടെങ്കിലും എന്താണ് സ്ത്രീകളായ അധ്യാപകരും ഭരണകർത്താക്കളും അതിൽ കുറവായിരിക്കും എന്ന് പറയും. ഡഗ്ലസ് കോളേജ് തന്നെ അവർ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ഡഗ്ലസ് കോളേജ് എന്താണ് സ്ത്രീകൾക്ക് ഉള്ള കോളേജ് ആണെങ്കിലും അതിൻ്റെ യൂണിവേഴ്സിറ്റി ഭരിക്കുന്ന ആരാണ്, പുരുഷന്മാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹെഡായിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ആരായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും എന്ന് വെച്ചാൽ മെയിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും എന്താണ് ഒരു അവരുടെ കാഴ്ചപ്പാടിലുള്ള പല കാര്യങ്ങളും ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പുരുഷന്മാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ചരിത്രം, അവർ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം, അതൊക്കെയാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. അവരെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മോറോവർ എന്താണ് പുരുഷന്മാർ എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താണ് ഇവിടെ വെള്ളക്കാർ, വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ വെസ്റ്റേണൈസേഴ്സ് അല്ലെങ്കിൽ വെസ്റ്റേൺ പീപ്പിൾ അവരെന്താണ് പ്രധാനപ്പെട്ടതെന്ന് തീരുമാനിച്ച കാര്യങ്ങളാണ് നിങ്ങളിവിടെ പഠിക്കുന്നത്. അല്ലാതെ ഒരു വിമൻസ് കോളേജ് ആയതുകൊണ്ട് തന്നെ വിമൻ്റെ എക്സ്പീരിയൻസ് ഒന്നുമല്ല നിങ്ങൾ പഠിക്കുന്നത്. അപ്പോഴും മെയിൽ ഡോമിനൻസ് ആണ് ഇവിടെ ഉള്ളത്. അതോറിറ്റി എല്ലാ കാര്യങ്ങളും എന്താ അഡ്മിനിസ്ട്രേറ്റേഴ്സൊക്കെ ആരാണ് ഇതിൽ മെൻ തന്നെയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. So it is only with the last 100 years that higher education has been opened up to women. Even to white and middle class women, blacks and other minority people have recognized that racial and ethnic experience often out from studies. Even science can be racist and sexist. The book we study have names like The Descent of Man, Man and Symbols, Irrational Man, The Phenomenon of Man, and The Future of Man, Man and the Machine, From Man to Man, May Man Prevail, Man and Science and Society, or One-Dimensional Man. These books describe a human reality, but it does not include over one half of the human species. Less than a decade ago,
Women students and teachers in a number of universities began to demand and set up women's studies courses to claim women directed education. They faced accusation like unscholarly, group therapy, faddism, etc. അതുപോലെ പറയുന്നുണ്ട്, കറുത്ത വർഗ്ഗക്കാരും മറ്റ് ന്യൂനപക്ഷക്കാരും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ വർഗ്ഗപരമായും ജാതിപരമായ അനുഭവങ്ങളൊന്നും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന്. സയൻസ് പോലും വർഗ്ഗപരമായതും ലിംഗപരമായും ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് എന്നാൽ എന്താണ്, അതൊരു ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതിനും എന്താണ് ഈ ഒരു റേസിസമായിട്ടും അല്ലെങ്കിൽ സെക്സിസമായിട്ടൊക്കെ ഉള്ള ഒരു ചായ്വുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതും എന്താണ് ഈ ഒരു വർഗ്ഗപരമായിട്ടുള്ള അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വ്യത്യസ്തകൾ അതിനും ഉണ്ട്, അല്ലെങ്കിൽ അതും എന്താണ് ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ഏതാണ്ട് 100 കൊല്ലങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല സ്ത്രീകൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട്. അതും വെള്ളക്കാരായ സ്ത്രീകൾക്കും മിഡിൽ ക്ലാസ് ആയ സ്ത്രീകൾക്കും വേണ്ടി മാത്രമാണ് പറയുന്നുണ്ട്. പിന്നെ അവർ പഠിക്കുന്ന കുറേ ബുക്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതെല്ലാം എന്താണ്, ഇറാഷണൽ മാൻ, ദ ഫിനോമിന ഓഫ് മാൻ ആൻഡ് ഫ്യൂച്ചർ, അതിലൊക്കെ മാൻ എന്നുള്ളത് നമുക്ക് റിപ്പീറ്റീവായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ മനുഷ്യവർഗത്തെ പറ്റിയാണ് പറയുന്നെങ്കിലും അതിൻ്റെ പകുതി വിട്ട് കളഞ്ഞ പോലെയാണ് അവരുടെ പേരുകൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാൻ ആൻഡ് ഫീമെയിൽ അല്ലെങ്കിൽ ഇപ്പോൾ മാൻ ആൻഡ് വുമൻ അങ്ങനെയല്ലേ കൊടുത്തിട്ടുള്ളത്, മാൻ എന്നാണ്. അപ്പോൾ ആ ഒരു മനുഷ്യ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ പേരിൽ പോലും എന്താണ് ആ മാൻ ആൻഡ് മെയിൽ ഡോമിനൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 10 വർഷം മുമ്പ് വിദ്യാർത്ഥികളും അധ്യാപികമാരും എന്താണ് യൂണിവേഴ്സിറ്റികളിൽ വിമൻ സ്റ്റഡീസ് കോഴ്സ് തുടങ്ങണമെന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് അവർ ചെന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് അവരുദ്ദേശിച്ചത്, സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒന്നായിരിക്കണം ഈ വിദ്യാഭ്യാസം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ വിമൻ സ്റ്റഡീസിനെ പലരും പല വിധത്തിൽ അവർ പേര് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി ആൻഡ് ഫാഡിസം മുതലായ പേരുകളൊക്കെ വിളിച്ച് അവരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ ഫാഡിസം എന്ന് പറഞ്ഞാൽ ഒരു ഫാഷൻ ഫോർ എ ഷോർട്ട് പീരിയഡ് എന്നാണ് ഫാഡിസത്തിൻ്റെ ഒരു കുറഞ്ഞ കാലത്തേക്കുള്ളൊരു ഫാഷൻ എന്നുള്ള രീതിയിലൊക്കെ പലരും അവരെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായെന്ന് പറയുന്നുണ്ട്. The biggest experience you should have is taking responsibility towards yourself. Women are often told that they should come second to our relationship and responsibility to other people. We are given ethical models of self-denying wife and mother. They deny their intelligence in order to seem more feminine. The responsibility to yourself means refusing to let others do thinking and talking and naming for you. It means learning to respect you and use your brain and instinct. Charlotte Bronte Jane Eyre, I have an inward treasure born with me, which can keep me alive if all extraneous delight should be withheld or offered only at a price I can afford to give. Don't fall for easy solution. Don't marry early to escape for real decision and getting pregnant to avoid exiting problems. We should demand from parents, friends, roommates, teachers, lovers, husband and children to respect our sense of purpose and our integrity as person. Once we begin to feel committed to our life, responsible to ourselves, we can now again be satisfied with the old passive way. അപ്പോൾ വുമൻ സ്റ്റഡീസ് കോഴ്സുകൾ എന്താണ് പ്രവേശനം നേടിക്കൊണ്ടും ശരിയായി പഠിച്ചുകൊണ്ടും എന്താണ് ഈ കോളേജിലെ ഏത് വിദ്യാർത്ഥികൾക്കും വളരെയധികം നേടാനും അവരുടെ കഴിവുകൾ തെളിയിക്കാനും കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ചുമതല നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമൂഹം പലപ്പോഴും സ്ത്രീകളോട് പറയുന്നൊരു കാര്യമുണ്ട്, പറഞ്ഞു കൊടുക്കും എന്ത്, നീ ആദ്യം മറ്റുള്ളവരുടെ കാര്യമാണ് ചെയ്യേണ്ടത്, പിന്നെ രണ്ടാമതാണ് നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അവരെന്താണ് പലതരം മാതൃകകൾ പറഞ്ഞു തരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ കാര്യം നോക്കാതെ ഒരു ഭാര്യയായും അമ്മയായും പ്രവർത്തിക്കുന്നവർ, അത് ഒന്നിനോടും തന്നെ മുഴുവനായി ഒരു പ്രതിബദ്ധത കാണിക്കാത്ത ഭൗതികമായ മാതൃകകൾ, അതായത് സ്ത്രീകളോട് ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ സമൂഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നീ സ്വയം, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സ്വയം എന്താണ് ബുദ്ധിയില്ല നടിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയായി മാറരുത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സമൂഹം പറഞ്ഞുകൊണ്ടേയിരിക്കും നിനക്ക് ഒരുപാട് കടമകളുണ്ട്, അതായത് ഒരു അമ്മയായ ഒരു ഭാര്യയായിട്ട് നിനക്ക് ഒരുപാട് കടമകളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള സമയം നീ നിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ സമൂഹം പറയും. പക്ഷെ ഒരിക്കലും ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു പറച്ചിൽ നീ മുഴുകിപ്പോകരുത് എന്നുള്ള പറയുന്നുണ്ട്. സോ ഇതിൽ പറയുന്നത് നിങ്ങളോടുള്ള കടമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്നതിൽ മറ്റുള്ളവരെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുക, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളെ നിങ്ങൾ വിലയിരുത്താതിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയണം, മറ്റുള്ളവരെ ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി അനുവദിക്കരുത്. ഓക്കെ,
അപ്പോൾ അതിൽ പറയുന്നത് അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയെയും നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ ആശയങ്ങളെയും നിങ്ങൾ തന്നെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തിക ഭദ്രത കിട്ടാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ശരീരത്തെ ഒരു ചരക്കാക്കി മാറ്റരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും കൊടുക്കുന്നവർ നിങ്ങളുടെ മനസ്സിനെ ബഹുമാനിക്കണം എന്നുള്ളത് നിങ്ങൾ നിർബന്ധിക്കണം. ഓക്കെ. പിന്നെ പറയുന്നത് ഷാർലറ്റ് ബ്രോണ്ടയുടെ ജെയിൻ എയർ എന്ന് പറഞ്ഞ നോവലിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു സെൻറ്റൻസാണ് പറയുന്നത്. അതിൽ പറയുന്നത് എൻ്റെ അകത്ത് എൻ്റെ ഒപ്പം ജനിച്ച ഒരു നിധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും വഹിക്കാൻ പറ്റാത്ത ഒരു വില കൊടുത്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് ആ ഒരു നിധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര നിർബന്ധം പിടിച്ചാൽ എനിക്ക് അവ വേണ്ടെന്ന് വെച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആ ഇൻബോൺ ട്രഷർ, ഓക്കെ, എൻ്റെ കൂടെ ജനിച്ച ആ ഒരു നിധി അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അല്ലാതെ മറ്റുള്ള ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഇൻബോൺ ട്രഷേഴ്സ് ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോടുള്ള ചുമതല റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി സൊല്യൂഷനിൽ പോയിട്ട് ചാടി കൊടുക്കരുത് ഒരിക്കലും. പലപ്പോഴും പല ആളുകളും പറയും പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി ഈസി സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞു തരും, പക്ഷെ അതിലൊന്നും പോയി ചാടരുതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് കല്യാണം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേഗം പ്രഗ്നൻ്റ് ആവുക, പ്രശ്നങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു മാറാൻ ഒരിക്കലും ഇതൊന്നും സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളോട് തന്നെ എന്ത് ചെയ്യിക്കണം, ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ഒരു ബഹുമാനം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനി റൂംമേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവേഴ്സ് ആയിക്കോട്ടെ, ഭർത്താക്കന്മാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ ബഹുമാനം നമ്മൾ ചോദിച്ച് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ലക്ഷ്യബോധത്തോടെ നമ്മുടെ സത്യസന്ധത നമ്മൾ അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സത്യസന്ധതയിലൂടെ നമ്മളൊരു കാര്യം അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ബഹുമാനം നമ്മൾ ചോദിച്ച് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തോടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരിക്കൽ തോന്നിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ ആ ഒരു പഴയ ലൈഫിലേക്ക് നമുക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും ആ പഴയ ലൈഫിൽ നമ്മൾ സംതൃപ്തരാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നാൾ നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയാൽ ഒരിക്കലും നമുക്ക് ആ പ്രതികരിക്കാത്ത ആ പഴയ ലൈഫിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ന് മുതലാണ് നമ്മൾ പ്രതികരിച്ച് തുടങ്ങിയത്, അന്ന് തൊട്ട് നമ്മൾ ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്ത് തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളിലേക്ക് ചിലപ്പോൾ അത് ഭയങ്കര ടഫായിട്ടുള്ള ഈസി വേ ഒന്നും ആയിരിക്കില്ല, എന്നാലും എന്തായിരിക്കും നിങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്താൽ നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വിമനെ ശരിക്കും ഒരു എംപവർ ചെയ്യുകയാണ് ഇവർ ഈ സ്പീച്ചിലൂടെ ചെയ്യുന്നത്.